ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വലിയ ഗൗരവക്കാരനായ സ്റ്റാൻലി ജോസഫ് മെല്ലെ മെല്ലെ വിനയമുള്ള മനസ്സിനുടമയായിക്കൊണ്ടിരിക്കുകയാണ്. അലീനയും സ്റ്റാൻലി ജോസഫും തമ്മിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുടെ മഞ്ഞുമല ഉരുകി തുടങ്ങിയെന്ന് തന്നെ പറയാം. സ്റ്റാൻലി ജോസഫിന്റെ കുളത്തൂപ്പുഴയിലെ എസ്റ്റേറ്റ് ബംഗ്ലാവുമായി പൊരുത്തപ്പെട്ടു വരികയാണ് അലീന. എന്നാലും ചില സമയങ്ങളിൽ അവിടുത്തെ ആൾക്കാരുമായി അലീനയ്ക്ക് പൊരുതേണ്ടി വരുന്നുണ്ട്. നിലവിലെ പ്രധാന പ്രശ്നം അടുക്കളയിൽ പൗലോസ് കാണിക്കുന്ന ദൂർത്താണ്. അലീന ഒട്ടും പിന്മാറാതെ അടുക്കളയിൽ കയറുകയും പൗലോസിന്റെ ദൂർത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതനുസരിക്കാൻ അയാൾ കൂട്ടാക്കാതെ അതൊരു കംപ്ലൈന്റ് ആയിട്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുക്കൽ ചെന്ന് പറയുകയും സ്റ്റാൻലി അത് അലീനയോട് ചോദിച്ച് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തെറ്റിനെ തെറ്റെന്ന് തന്നെ വ്യാഖ്യാനിച്ചേ മതിയാകൂ. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ദൂർത്ത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അലീനയുടെ നീതിബോധം അത് വളരെ വ്യക്തമായി അവൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അലീനയുടെ പിടിവാശിയുടെ മുമ്പിൽ കീഴടങ്ങാനാവില്ല എന്ന് സ്റ്റാൻലി തുറന്നടിച്ചതോടുകൂടി അലീന സമരമാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അലീന അവിടെ നിരാഹാര സമരം തുടങ്ങി. വാസ്തവത്തിൽ ആ തന്ത്രം ഏറെ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. 2 ദിവസം പട്ടിണി എടുക്കേണ്ടി വന്നെങ്കിലും അടുത്ത ദിവസം പ്രതിസന്ധികൾ ഗണ്യമായി പരിഹരിക്കപ്പെടുകയാണ്. അവതക്കുട്ടിച്ചായനും അലീനയുടെ ഈ ഉപവാസ സമരത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കി. പിന്നീട് അവതക്കുട്ടിച്ചായന്റെ റെക്കമെൻഡേഷനും കൂടി ആയപ്പോഴേക്കും സ്റ്റാൻലി ജോസഫിനെ പിടിച്ചു നിൽക്കാനായില്ല. പൗലോസിനെ അവിടെ നിന്ന് വിളിച്ച് ഡൈനിങ് ഹാളിലേക്ക് വരുത്തിയതിനു ശേഷം സ്റ്റാൻലിയെ മുഖത്ത് നോക്കി ഉള്ള കാര്യം പറഞ്ഞു. എന്നുവെച്ചാ ഈ ഇരിക്കുന്നത് എന്റെ മകളാണ്. ഇനി മുതൽ അവൾ പറയുന്നത് പോലെ വേണം ഈ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് അവൾ പറഞ്ഞാൽ വേണ്ട, സദ്യ ഒരുക്കണമെന്ന് പറഞ്ഞാൽ സദ്യ ഒരുക്കണം. ഒരു കാര്യത്തിനും എന്റെ അടുത്ത് പരാതി പറഞ്ഞു വന്നേക്കരുത്. നിന്റെ മുമ്പിൽ 2 വഴികൾ മാത്രമേ ഉള്ളൂ പൗലോസെ. ഒന്നുകിൽ എന്റെ മോള് പറയുന്നത് നീ ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ജോലി മതിയാക്കി നിനക്ക് നിന്റെ വഴിക്ക് പോകാം. ഇതിലേത് വേണമെന്നുള്ളത് നിനക്ക് തന്നെ തീരുമാനിക്കാം. എന്നിങ്ങനെ അപ്രതീക്ഷിതമായി സ്റ്റാൻലിയിൽ നിന്നും പ്രസ്താവനകൾ കേട്ടപ്പോൾ പൗലോസ് ആകെ അമ്പരന്ന് സ്തംഭിച്ചുപോയി. തീരുമാനം അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് അടുക്കളയിലേക്ക് തന്നെ മടങ്ങുകയാണ്. വാസ്തവത്തിൽ അലീന തനിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ സംസാരിച്ചത്. ആ വീട്ടിലെ പല കാര്യങ്ങളും നേരെ ചൊവ്വയല്ല നടക്കുന്നതെന്നുള്ള കാര്യവും സ്റ്റാൻലിക്ക് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്നുള്ള കാര്യവും അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെയുള്ള ജോലിക്കാരുടെ തന്നിഷ്ടത്തിന് കാര്യങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ പാടില്ലെന്നും അലീന മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ക്രമീകരണം ഉണ്ടാകണമെന്നും അലീന അതിയായി ആഗ്രഹിച്ചു. ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവൾ നിറമൊഴികളോടെ തന്നെ സ്റ്റാൻലിയോട് നന്ദി പറയുന്നുണ്ട്. പിന്നീട് സ്റ്റാൻലി അവളുടെ വാടിയ മുഖത്തേക്കൊന്ന് നോക്കി. സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ നിറയെ ചോറും ചപ്പാത്തിയും കറികളും മുട്ട പൊരിച്ചതും എല്ലാം എടുത്തിട്ടു. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് സമരം അവസാനിപ്പിക്കാമല്ലോ, ഇത് നീ കഴിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും അലീന അതവിടെ വെച്ചിട്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് തന്നെ ചെന്നു. അയാളുടെ ഇടത് കയ്യിൽ പിടിച്ചോണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, പപ്പ സോറി പപ്പ, എന്തിനാണ് നീ ഇങ്ങനെ എന്നോട് സോറി പറയുന്നത് എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുമ്പോൾ, ഞാൻ പപ്പയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ചില്ലേ, അതിനാ, പപ്പ എന്നോട് ക്ഷമിക്കണം. ആഹാ, അപ്പൊ സമരം തന്നെ ആയിരുന്നു അല്ലേ എന്ന് സ്റ്റാൻലി വീണ്ടും അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. സോറി പപ്പ, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും, ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്, സമരം വിജയിച്ചല്ലോ, നീ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കുമോളെ എന്ന് സ്റ്റാൻലി വാത്സല്യത്തോടെ തന്നെ അലീനയോട് പറയുന്നുണ്ട്. പപ്പ തന്നെ എനിക്ക് എന്തെങ്കിലും വാരി തന്നോണ്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാണ് അലീന. പപ്പ തരുന്നത് കഴിച്ചുകൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കേണ്ടത്. അത് കേട്ടപാടെ മറുത്തൊന്നും ചിന്തിക്കാതെ സ്റ്റാൻലി ഒരു ഫോർക്ക് എടുത്ത് ഓംലെറ്റിന്റെ ഒരു പീസ് അതിലെടുത്ത് അലീനയുടെ വായ്ക്ക് നേരെ നീട്ടി. അലീന പെട്ടെന്ന് ഫോർക്ക് പിടിച്ചു വാങ്ങി പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് പറയുന്നുണ്ട്, കൈകൊണ്ട് എനിക്ക് അതൊന്ന് എടുത്തു തന്നേ പപ്പ. ഒരപ്പം മകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നതല്ലേ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു കുറച്ചിൽ പോലെ തോന്നുകയാണ്. എങ്കിലും അയാൾ അലീന പറഞ്ഞത് അനുസരിച്ചു. കൈകൊണ്ട് തന്നെ ആ ഓംലെറ്റിന്റെ പീസ് എടുത്ത് അലീനയ്ക്ക് നേരെ നീട്ടി. അലീന സ്റ്റാൻലിയുടെ കൈ പിടിച്ച് തന്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും അല്പം കടിച്ചെടുത്തു. അതുപോലെ തന്നെ അതിൽ നിന്നും കുറച്ചെടുത്ത് അലീന സ്റ്റാൻലിക്ക് നേരെ നീട്ടി. പപ്പയുടെ മോൾ ആദ്യമായിട്ട് തരുന്നല്ലേ എന്നിങ്ങനെ അവൾ ചോദിച്ചു. ശരിക്കും അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി വികാരഭരിതനാവുകയാണ്. അലീനയെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾക്ക് തോന്നി. താൻ അവൾക്ക് മുമ്പിൽ ചെറുതായി പോയോന്നും അയാൾക്ക് തോന്നുകയാണ്. അലീന അയാളുടെ ഇടത് കയ്യിൽ പിടിച്ച് മൃദുവായിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ നിറകണ്ണുകളോടെ താങ്ക് യു പപ്പ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി ആകട്ടെ അലീനയോട് എന്ത് പറയണം എന്നറിയാതെ വിഷമിച്ചു പോയി നിൽക്കുകയാണ്. എങ്കിലും താൻ ഇതുവരെ അറിയാത്ത അനുഭവിക്കാത്ത ഒരു സ്നേഹത്തിന്റെ സ്പർശവും സുഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. അവതക്കുട്ടിച്ചായൻ ഈ അച്ഛന്റെയും മകളുടെയും പരസ്പര സ്നേഹം കണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ പൗലോസ് കിച്ചണിൽ എത്തുന്നതിന് മുമ്പായി തന്നെ അലീന കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ അലീന ചായ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അവൾ ചായക്കപ്പുകൾ ട്രെയിൽ അടുക്കി വെച്ച് അതിൽ ചായ നിറച്ച അയാളുടെ അടുത്തേക്ക് ചെന്നു. പൗലോസിനും ഒരു കപ്പിൽ ചായ എടുത്തിട്ടുണ്ടായിരുന്നു അലീന. ഇതാ പൗലോസ് ചേട്ടാ ചായ എന്നും പറഞ്ഞ് കൊടുത്തെങ്കിലും പൗലോസ് അലീനയുടെ കയ്യിൽ നിന്ന് ആ ചായ മേടിക്കാൻ മടി കാണിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ കിച്ചണിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പൗലോസിന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അലീനയോട് ഒരു വിരോധം കാണിച്ചതും. അതൊന്നും മനസ്സിൽ വെക്കാതെ പൗലോസേട്ടാ, ഈ ചായ പൗലോസേട്ടനുള്ളതാണെന്ന് അലീന പറയുന്നുണ്ട്. ഇത് പിടിക്ക് പൗലോസേട്ടാ എന്ന് അലീന വീണ്ടും പറഞ്ഞെങ്കിലും അപ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട കുഞ്ഞെ. അതെന്താ വേണ്ടാത്തത്? പൗലോസേട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന അലീനയും. ഇത് എന്തൊരു കഷ്ടമാ. വേണ്ടത് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് ഇച്ചിരി കാർക്കശ്യത്തോടെ തന്നെ മറുപടി പറയുകയാണ്. പൗലോസേട്ടാ, ദേ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. എന്നോട് എന്തിനാ ഇത്രയും പിണക്കം? നമ്മൾ ഒന്നിച്ച് അടുക്കളയിൽ നിന്ന് പണിയെടുക്കേണ്ടതല്ലേ? അപ്പൊ പിന്നെ പിണങ്ങി നിന്നാൽ എങ്ങനെയാ പൗലോസേട്ടാ? എനിക്ക് പൗലോസേട്ടനോട് ഒരു പിണക്കവും ഇല്ല. സഹകരിച്ച് മുമ്പോട്ട് പോകുന്നതിലല്ലേ പൗലോസേട്ടാ സന്തോഷം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും പൗലോസ് ഒന്നും മിണ്ടാതെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് സ്റ്റവ് കത്തിച്ച് വെക്കുകയാണ്. അലീന അത്രയും പറഞ്ഞിട്ടും അതൊന്നും അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ. അലീന ഒരു കപ്പ് ചായ എടുത്ത് അയാളുടെ മുമ്പിൽ സ്ലാബിൽ കൊടുത്തിട്ട് ആ ട്രേയുമായിട്ട് മുൻവശത്തേക്ക് പോയി. അവതക്കുട്ടിച്ചായനും ആൻ്റപ്പനും ബൈജുവിനും രാജുവിനും അലീന തന്നെയാണ് ചായ കൊടുത്തത്. സ്റ്റാൻലി രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കെല്ലാം ചായ കൊടുത്തിട്ട് അലീനയും ചായ കുടിക്കുന്നുണ്ട്. തിരികെ അവൾ കിച്ചണിൽ എത്തിയപ്പോഴേക്കും പൗലോസേട്ടന് കൊടുത്ത ചായ അതേപടി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അലീന ഇട്ട് ചായ കുടിക്കാൻ അയാൾക്ക് ഒട്ടും തന്നെ താല്പര്യം തോന്നിയില്ല. അതേ സമയത്ത് പൗലോസേട്ടൻ വേറെ ചായ ഇടാൻ തേയിലപ്പൊടി പാത്രത്തിന്റെ അടപ്പ് തുറക്കുന്നത് അലീനെ ശ്രദ്ധിച്ചു. അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് അലീന അയാളോട് ചോദിച്ചു, ഇതെന്താ പൗലോസേട്ടാ ഈ കാണിക്കുന്നത്? അയാൾ ആ സമയത്തും ഒന്നും മിണ്ടാതെ സ്പൂൺ ഉപയോഗിച്ച് ചായപ്പൊടി എടുത്തിടാൻ ശ്രമിക്കവേ അലീന അതിനെ തടഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചത് പൗലോസേട്ടൻ കേട്ടില്ലെന്നുണ്ടോ? പൊട്ടനൊന്നും അല്ലല്ലോ. അയാൾക്കും അലീനയുടെ ഇടപെടൽ അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ഇത് കൊള്ളാവല്ലോ. ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അതിന് അനുവാദം ചോദിക്കണോ എന്നയാൾ ദേഷ്യത്തോടെ തന്നെ അലീനോട് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി അലീനയും പറഞ്ഞു, വേണമല്ലോ, തീർച്ചയായിട്ടും വേണം. അനുവാദം ചോദിക്കണം. ഞാൻ പൗലോസേട്ടനെ നേരത്തെ തന്നെ നല്ലൊരു ചായ ഇട്ട് തന്നിരുന്നല്ലോ. അതെന്താ പൗലോസേട്ടൻ കുടിക്കാഞ്ഞത് എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും, എനിക്ക് മറ്റുള്ളവരുണ്ടാക്കുന്ന ചായ ഒന്നും ഇഷ്ടമല്ല കുഞ്ഞെ. വായിക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കണം. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇനി അതൊന്നും നടപ്പില്ല. സ്വന്തം ഇഷ്ടത്തിന് ചായ കുടിക്കണമെങ്കിലേ പൗലോസേട്ടൻ സ്വന്തം വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി കുടിച്ചോണം എന്ന് അലീന മറുപടി പറഞ്ഞു. അത് കേട്ടുകൊണ്ട് പൗലോസേട്ടൻ സ്പൂണിലെടുത്ത ചായപ്പൊടി തിരികെ ടിന്നിലേക്ക് തന്നെ ഇട്ട് അടച്ചു വെച്ചു. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനസ്സിൽ യാതൊരു ശത്രുതയും വെച്ചോണ്ടല്ല പൗലോസേട്ടാ ഞാൻ ഈ കിച്ചണിലേക്ക് കയറി വന്നത്. പൗലോസേട്ടൻ എങ്ങനെയാ ഇത്രയും രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചും കണ്ടും പഠിക്കാനും എനിക്കറിയാവുന്ന ചില കറിക്കൂട്ടുകളൊക്കെ അങ്ങോട്ടും പറഞ്ഞു തരാം. പൗലോസേട്ടനെ ജോലിയിൽ സഹായിക്കുകയും ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ കൊച്ചുളപ്പാങ്കാലത്ത് കിച്ചണിലേക്ക് കയറി വന്നത്. പക്ഷെ പൗലോസേട്ടൻ എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിൽ പൗലോസേട്ടൻ പെട്ടിയും കിടക്കും ചുരുട്ടി വെച്ചോ. 2-3 ദിവസം കൂടി ഞാൻ നോക്കും പൗലോസേട്ടൻ്റെ മനോഭാവവും പെരുമാറ്റവും ഒക്കെ എങ്ങനെയാണെന്ന്. എന്നിട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് പൗലോസേട്ടൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ വേറെ വഴി നോക്കുമെന്ന് അലീന ശാന്തസ്വരത്തിൽ തന്നെ അയാളോട് പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ അർത്ഥം അയാൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീന കിച്ചണിൽ നിന്ന് പോയി കഴിഞ്ഞതിനു ശേഷം പൗലോസ് ബൈജുവിനോടും രാജപ്പനെയും കണ്ട് സംസാരിച്ചു. അലീന കിച്ചണിൽ കാണിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം തന്നെ പൗലോസേട്ടൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് ഒരു നിലയ്ക്കൊന്നും പോകും തോന്നുന്നില്ല എന്നിങ്ങനെ പൗലോസേട്ടൻ പറയുന്നുണ്ട്. ഒടുവിലായി അയാൾ ഇങ്ങനെ പറഞ്ഞു, മിക്കവാറും ഉടൻ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. ഉടനെ ബൈജു പറയുന്നുണ്ട്, ഒരു കാരണവശാലും പൗലോസേട്ടൻ ഇവിടുന്ന് പോകരുത് പൗലോസേട്ടാ. ആ പെണ്ണിന്റെ അടുത്ത് എന്തിനാ പൗലോസേട്ടൻ വഴക്കിന് നിൽക്കുന്നത്? ആ പെങ്കൊച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ബൈജു പറയുന്നുണ്ടെങ്കിലും മുതലാളിയുടെ ഭാര്യയോ മക്കളോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ? നമുക്കറിയാവല്ലോ ബൈജു, അത് സാബിന്റെ ശരിക്കുള്ള മോളല്ലെന്ന്. കണ്ട അനാഥാലയത്തിലൊക്കെ ദരിദ്രവാസിയായി ജീവിച്ചവളല്ലേ അവള്. കുറച്ചു കാലം എങ്ങാണ്ടൊക്കെ വീട്ടുവേലക്കാരെയായി ജോലി ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടാ അവള് നമ്മുടെ അടുക്ക് വന്ന് പത്രാസ് കാണിക്കുന്നത്. അപ്പൊ ബൈജു വീണ്ടും പറയുന്നുണ്ട്, ദേ പൗലോസേട്ടാ, പെട്ടെന്നുള്ള വികാരത്തിന് എല്ലാം ഇട്ടെറിഞ്ഞ ചെങ്ങം പോയി കളയല്ലേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൗലോസ് ചോദിക്കുന്നുണ്ട്, എടാ ബൈജു, നീ അഞ്ചലിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോടാ. ബൈജു പറയുന്നുണ്ട്, കൊള്ളാം, അവര് വരും പൗലോസേട്ടാ. പൗലോസേട്ടൻ നോക്കിക്കോ, അവര് വരും. വരുമ്പോ ഒരു ബറ്റാലിയൻ പട തന്നെ ഇങ്ങ് വരും. അവളുടെ കുറ്റി പറിക്കാതെ അവരിവിടുന്ന് തിരിച്ചു പോകില്ല, അത് ഉറപ്പാന്നേ. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ. അത് കേട്ടുകൊണ്ട് പൗലോസ് വല്ലാതെ വിഷാദത്തോടെ തന്നെ പറയുന്നുണ്ട്, ആൻ്റപ്പം കൂടി നമ്മുടെ സൈഡ് നിന്നാ മതിയായിരുന്നു അല്ലേ. അപ്പോഴേക്കും ബൈജു പറയുന്നുണ്ട്, അയാളെ നോക്കണ്ട, അയാൾക്ക് പേടിയാ പൗലോസേട്ടാ. അയാള് നമ്മുടെ കൂടെ നിൽക്കുന്നൊന്നും തോന്നില്ല. പെണ്ണുങ്ങൾ പറയുന്നതിന് മീതെ നിൽക്കുന്ന അയാള്. എന്തായാലും പൗലോസേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, മാർക്കറ്റിൽ പോകണ്ടേ നമുക്ക്, സമയം പോയിക്കൊണ്ടിരിക്കുക. ഇനി അത് മതി, ലേറ്റ് ആയിട്ട് ഇനി വേറെ പ്രശ്നം ഉണ്ടാകാൻ എന്നിങ്ങനെ ബൈജു പറയുമ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പൗലോസ് തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോവുകയാണ്.
അങ്ങനെ 7:30 തന്നെ വണ്ടി ഇറക്കി അവർ 3 ആളും മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങി അവർ തിരിച്ചെത്തിയപ്പോൾ സമയം 8 മണിയായി. ജീപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അലീനയും അവർക്കൊപ്പം കിച്ചണിലേക്ക് ചെന്നു. അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അലീന ചോദിച്ചു, പൗലോസേട്ടാ, ഇതെല്ലാം രൊക്കം പൈസ കൊടുത്ത് വാങ്ങിയതാണോ, അതോ ഓരോരോ കടയിൽ പറ്റു പറഞ്ഞ് വാങ്ങുന്നതാണോ, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ പൈസ കൊടുക്കുന്നത് പോലെയാണോ എന്നിങ്ങനെ അലീന ചോദിക്കുകയാണ്. പൗലോസ് അലീനയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു, ആ, മാസം തോറും ബില്ല് തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാ ബില്ല് എവിടെ പൗലോസേട്ടാ, അതൊന്ന് കാണട്ടെ എന്ന് അലീന ചോദിക്കുമ്പോൾ പൗലോസ് അലീനയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇറച്ചിക്കടയിലും മീൻകടയിലും ഒക്കെ എവിടെയാ കുഞ്ഞെ ബില്ല്? പൗലോസ് അലീനയെ കളിയാക്കിക്കൊണ്ടാണ് ആ മറുപടി പറഞ്ഞതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പൗലോസിന്റെ പരിഹാസ മറുപടി കേട്ടുകൊണ്ട് ബൈജുവും രാജുവും ഒന്ന് അടക്കിച്ചിരിക്കുന്നത് അലീന കണ്ടു. അലീന വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാലും ഒരു ചെറിയ കടലാസിലെങ്കിലും കുറിച്ചു തരില്ലേ എന്ന് അലീന വീണ്ടും ചോദിക്കുകയാണ്. കടലാസിനല്ല കുഞ്ഞ്, പറ്റുബുക്കുണ്ട്, അതിലാ കുറിക്കുന്നത്. എന്നിട്ട് ആ പറ്റുബുക്ക് എവിടെയാ പൗലോസേട്ടാ എന്നിങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, അത് കടയിലാ കുഞ്ഞെ, അവരുടെ പറ്റുബുക്ക് നമ്മുടെ കയ്യിൽ തന്നുവിടില്ല. അപ്പോഴും ബൈജുവും രാജുവും പൗലോസിനെ മറുപടി കേട്ട് ചിരിച്ചു. അത് കണ്ടുകൊണ്ട് പൗലോസ് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീയൊക്കെ വിളിക്കുന്നത്? എന്നാൽ പൗലോസിന്റെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് അലീനയാണ്. പൗലോസേട്ടൻ പറയുന്നത് മുഴുവൻ തമാശയാണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ് പൗലോസേട്ടൻ അവരിങ്ങനെ ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ അടക്കി ചിരിക്കുവോ? എന്നിട്ട് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ, നമുക്ക് അക്കൗണ്ട് ബുക്ക് ഒന്നും ഇല്ലേ? കടക്കാർക്ക് മാത്രമേ ഉള്ളോ? പൗലോസ് പറയുന്നുണ്ട്, അല്ല കുഞ്ഞ്, നമുക്കും പറ്റുബുക്കുണ്ട്. എന്നാ അത് എവിടെ? അതൊന്ന് കാണട്ടെ എന്ന് അലീന ആവശ്യപ്പെടുന്നുണ്ട്. പൗലോസ് ഉടനെ തന്നെ അലമാരയ്ക്ക് മുകളിൽ നിന്ന് നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ ഒരു ബുക്ക് എടുത്ത് കാണിച്ചു. അലീന അത് മേടിച്ച് തുറന്നു നോക്കി. താളുകൾ ഓടിച്ച് മറിച്ച് നോക്കിയിട്ട് ഇതിൽ എവിടെയാ കണക്കുകൾ എഴുതിയിരിക്കുന്നത് എന്നിങ്ങനെ അലീന ചോദിക്കുകയാണ്. ഇന്നത്തെ കണക്ക് എവിടെയാ എഴുതിയിരിക്കുന്നത്? ഇന്ന് ബുക്ക് കൊണ്ടുപോയില്ലേ എന്ന് അലീന വീണ്ടും ചോദിക്കുമ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്, ബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി കുഞ്ഞെ. അതെങ്ങനെ ശരിയാകും? വാങ്ങിച്ച സാധനത്തിന്റെ കണക്ക് എഴുതണ്ടേ പൗലോസേട്ടാ? കണക്കുകളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും, കുഞ്ഞെ, എന്തൊക്കെയാണ് അവിടുന്ന് വാങ്ങിയതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോവില്ലേ പൗലോസേട്ടാ? ഇല്ല കുഞ്ഞെ, മറന്നു പോകുന്നതിന് മുമ്പ് ഞാൻ അതൊക്കെ പറ്റുബുക്കിൽ കുറിച്ചോളാം. അല്ല പൗലോസേട്ടാ, ഇന്നലെയും സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ, അത് പറ്റുബുക്കിൽ കുറിപ്പിച്ചില്ലല്ലോ? ഇല്ല കുഞ്ഞെ എന്ന് മുഖം താഴ്ത്തിക്കൊണ്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട്. അതെന്ത് പറ്റിയെന്ന് അലീന വീണ്ടും ചോദിക്കുമ്പോഴേക്കും, മറന്നുപോയി കുഞ്ഞെ, എല്ലാം കൂടി ഒരുമിച്ച് കുറിപ്പിക്കാമെന്ന് വെച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ശരി പൗലോസേട്ടാ, ഇനി മുതൽ പറ്റുബുക്കിൽ കുറിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഈ വീട്ടിലേക്ക് വാങ്ങരുത്. മറന്നുപോയാൽ തിരിച്ചിവിടെ വന്ന് എടുത്തോണ്ട് പോയി കുറിപ്പിച്ചോണം. അത് 3 പേരോടും കൂടിയാ പറയുന്നത്. അലിനെ ദേഷ്യത്തോടെ തന്നെ 3 പേരെയും മാറി മാറി നോക്കി. അപ്പോഴേക്കും അലീനയുടെ സംസാരം കേട്ടോണ്ട് അവതക്കുട്ടിച്ചായൻ കിച്ചണിലേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? വീണ്ടും അടുക്കളയിലെ പ്രശ്നമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഒന്നുമില്ല വല്യപ്പച്ച, അത് പിന്നെ ഇവർ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ കണക്ക് ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന അവിടെ ഇരിക്കുന്ന അരിച്ചാക്കിലേക്ക് നോക്കി. വീണ്ടും പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, ഈ അരി എത്രയാണ് പൗലോസേട്ടാ? അതൊരു 50 കിലോ ആണ് കുഞ്ഞെ. പഞ്ചസാരയോ? പഞ്ചസാര 10 കിലോ ഉണ്ട്. പൗലോസ് മറുപടി പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അലീന ഉടനെ തന്നെ പോയി ഒരു പേനയും കടലാസും എടുത്തോണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓരോ ഐറ്റത്തിന്റെയും തൂക്കവും വിലയും കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പൗലോസ് ഓരോ സാധനത്തിന്റെയും തൂക്കവും വിലയും കൃത്യമായിട്ട് തന്നെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവതക്കുട്ടിച്ചായനാണെങ്കിൽ ആകെ ആകാംക്ഷയോടെ തന്നെ അത് നോക്കി നിൽക്കുകയാണ്. എന്തോ കുഴപ്പമുണ്ടെന്നും അലീന അത് കൈയോട് പിടിച്ചൊന്നും അവതക്കുട്ടിച്ചായന് മനസ്സിലായി. എല്ലാ സാധനങ്ങളുടെയും വിവരം കുറിച്ചെടുത്തതിന് ശേഷം അലീന ബൈജുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ബൈജുചേട്ടന്റെ ഫോൺ ഒന്ന് തന്നേ. ബൈജു ഫോൺ കൊടുക്കാൻ മടിച്ചെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. രാജുവിന്റെയും ബൈജുവിന്റെയും പൗലോസേട്ടന്റെയും ഒക്കെ മൊബൈൽ ഫോണുകൾ അലീന മേടിച്ചിട്ട് അത് ഓഫാക്കി മാറ്റിവെച്ചു. അലീന അവരോട് നിൽക്കുന്ന കണ്ടിട്ട് അവർക്ക് അലീനയോട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന അവരോട് പറയുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ച് ജീപ്പിലേക്ക് കയറ്റിക്കോ. ഞാൻ പറയാതെ ആരും ഇവിടുന്ന് ഫോൺ എടുത്തേക്കരുത്. അങ്ങനെ സാധനങ്ങളുടെ ലിസ്റ്റും വിലയും തൂക്കവും കുറിച്ച കടലാസുമായി അലീന മുൻവശത്തേക്ക് തന്നെ പോയി. അത് കണ്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു, വല്ല കള്ളത്തരവും കാണിച്ചോടാ? ഏയ്, ഞങ്ങൾ കള്ളത്തരവൊന്നും കാണിച്ചിട്ടില്ല കുട്ടിച്ചായ. പറ്റുബുക്ക് എടുക്കാൻ മറന്നതുകൊണ്ട് അതിൽ കുറിച്ചിട്ടില്ല. അതിന്റെ പേരിലാണ് ഈ കൊച്ചിന്റെ ഈ ഇളക്കം എന്ന് പൗലോസ് മറുപടി പറയുന്നുണ്ട്. നീ അവളോട് പറഞ്ഞ കണക്കെല്ലാം കൃത്യമാണോടാ എന്ന് വീണ്ടും അവതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്. പിന്നല്ലാതെ, നുണ പറയേണ്ട കാര്യം എനിക്കെന്താ? അല്ലെങ്കിലും കടയിലെ പറ്റി തീർക്കുന്നത് മുതലാളി നേരിട്ടല്ലേ? ആ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ 3 പേരും ഓർത്തോ, ഒന്നും കാണാതെ അവൾ ഇങ്ങനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവതക്കുട്ടിച്ചായനും അവിടെ നിൽക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേഷമൊക്കെ മാറി അലീന അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു വന്നു. രാജപ്പനും ബൈജുവും കൂടി സാധനങ്ങളെല്ലാം തിരിച്ച് ജീപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അലീന വേഷം മാറി വന്നത് കണ്ട് അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യാൻ പോവാ മോളെ?
അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച ഇതെല്ലാം വാങ്ങിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി ഒന്ന് തൂക്കി നോക്കണം. ഈ അരി കണ്ടിട്ട് 50 കിലോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കടക്കാർ പറ്റിച്ചതാണോ എന്നുള്ളത് അറിയണ്ടേ. ഉടനെ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ കുഞ്ഞെ, അത് പിന്നെ അരി 40 കിലോയേ ഉള്ളൂ. ആഹാ, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അരി 50 കിലോ ഉണ്ടെന്നാണല്ലോ പൗലോസേട്ടൻ പറഞ്ഞത്. എന്നിട്ട് 10 കിലോ എവിടെ പോയി? അത് പിന്നെ അത് മിനിങ്ങാന്ന് വാങ്ങിച്ചതാ, അതും കൂടി ചേർത്താ ഞാൻ 50 കിലോ ഒന്ന് പറഞ്ഞതെന്ന് പൗലോസ് മറുപടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ മിനിയാന്ന് വാങ്ങിച്ചതും പറ്റുബുക്കിൽ കുറിച്ചില്ലേ എന്ന് അലീന പിന്നെയും ചോദിച്ചു. ഇല്ല കുഞ്ഞെ, മറന്നുപോയി. അലീന പെട്ടെന്ന് പറ്റുബുക്കിന്റെ പേജുകൾ മറിച്ചു നോക്കി. പലചരക്ക് കടയുടെ കണക്ക് എഴുതിയിരിക്കുന്ന പേജൊക്കെ പൗലോസ് കാട്ടിക്കൊടുത്തു. അതൊക്കെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അലീന ചോദിക്കുന്നുണ്ട്, അല്ല, ഇതില് 2 ദിവസം മുമ്പ് 30 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ കഴിഞ്ഞ ദിവസം 10 കിലോ അരി വാങ്ങിയത്? അലീനയുടെ ചോദ്യം കേട്ട് പൗലോസിന് ആകെ ഉത്തരം മുട്ടി. അയാൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു നുണ അങ്ങ് തട്ടിവിട്ടു. കുഞ്ഞെ, കടയിൽ ചെന്നപ്പോൾ അരി ഉണ്ടോ തീർന്നോ എന്നൊക്കെ എനിക്കൊരു സംശയം. അന്നേരം വാങ്ങിയതാണെന്ന് പൗലോസ് ഒരു തരത്തിൽ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന വീണ്ടും ചോദിച്ചു, അത് ശരി, പൗലോസേട്ടൻ അരി എവിടെയാ സൂക്ഷിക്കുന്നത്? പൗലോസിന്റെ മുഖത്ത് ആകെ പരിഭ്രാന്തിയായി. അത് കണ്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ പൗലോസിന് നേരെ ആക്രോശിക്കുകയാണ്. മോള് പറഞ്ഞത് കേട്ടില്ലേടാ, അങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ, നീ എന്തിനാ നിന്ന് പരുങ്ങുന്നത്? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോടാ എന്ന് അവതക്കുട്ടി വീണ്ടും വീണ്ടും ചോദിക്കുകയാണേ. വാസ്തവത്തിൽ അടുക്കളയിൽ നടക്കുന്ന കളികളൊക്കെ കണ്ടിട്ട് അവതക്കുട്ടിച്ചായനമ്മ ആരം പിടിച്ചു തുടങ്ങിയിരുന്നു. ചിന്നമ്മയുടെ അതേ പ്രവൃത്തിയും സംസാരവും ഒക്കെ തന്നെയാണ് അലീനയ്ക്കും കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീനയുടെ പ്രവൃത്തിയിലും സംസാരത്തിലും ആകെ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ അവതക്കുട്ടിച്ചായൻ. എന്നിട്ട് വേഗം തന്നെ പൗലോസ് അലീനയ്ക്ക് അരി സൂക്ഷിക്കുന്ന പാത്രം കാണിച്ചു കൊടുത്തു. അതിലാകെ 4-5 കിലോ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് അലീന പൗലോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരാഴ്ചയിൽ 30ഉം 10ഉം ചേർത്ത് 40 കിലോ അരി വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കൂടിപ്പോയ 5 കിലോ അരി കാണും ആ പാത്രത്തില്. ബാക്കി 35 കിലോ അരി. ഈ 35 കിലോ അരി നമ്മൾ 7 പേര് 5 ദിവസം കൊണ്ട് തിന്നു തീർത്തോ? ഞാൻ 2 ദിവസം ഉപവാസമായിരുന്നു. വല്യപ്പച്ചൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആരാ? എന്റെ പപ്പയാണോ ഇവിടുത്തെ ഭീമസേനൻ എന്ന് പൗലോസിനോട് അലീന ചോദിച്ചു. പൗലോസിന്റെ മുഖം ആകെ വിയർത്തു. അലീനയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ പൗലോസ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പൗലോസേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും, അരി വാങ്ങി എന്നുള്ളത് ശരിയാണ് കുഞ്ഞ്, പക്ഷേ ആരെങ്കിലും മോഷ്ടിച്ചോന്ന് എനിക്ക് അറിയില്ല എന്ന് പൗലോസ് മറുപടി പറയുകയാണ്. അത് പൗലോസേട്ടനെ അറിയില്ലേ? മോഷണം നടന്നു എന്ന് തോന്നിയാ അത് പപ്പയെ അറിയിക്കണ്ടേ പൗലോസേട്ടാ? അത് പിന്നെ കുഞ്ഞ്, അത് സാബിനെ അറിയിക്കാൻ തരുന്നത് ഇത് മോഷണം പോയതാണെന്നുള്ള കാര്യത്തിൽ തീർച്ചയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണെന്ന് പൗലോസ് പറയുകയാണ്. പൗലോസിന്റെ മറുപടി കേട്ടോണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, മതി പൗലോസേട്ടാ, വീണെടുത്ത് കിടന്ന് ഉരുളണ്ട, എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് വരാം എന്ന് തന്നെ അലീന പറയുകയാണ്. പൗലോസ് ബൈജുവിന്റെയും രാജുവിന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ, എന്താണ് നീ ഇവിടെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? ചെന്ന് വണ്ടിയിലോട്ട് കയറാൻ നോക്ക്. വേറെ നിവൃത്തിയില്ലാതെ പൗലോസ് ജീപ്പിൽ തന്നെ കയറി. എന്ന് ജീപ്പിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, സാധനം മേടിക്കാൻ പോകുമ്പോൾ 3 പേരും അല്ലേ പോകുന്നത്? രാജപ്പൻ ചേട്ടനും ബൈജു ചേട്ടനും കൂടി കയറിക്കോ. എന്തായാലും നമ്മൾ പോയി വരുന്നത് വരെ ഫോൺ ഇവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാൻ തോന്നും. അതുകൊണ്ട് ഫോൺ വന്നിട്ട് എടുത്താൽ മതിയെന്ന് അലീന വീണ്ടും പറയുന്നുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ ഉത്സാഹത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, മോളെ, ഞാനും കൂടി വരുന്നുണ്ട്, 1 മിനിറ്റ് നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് വേഗം മുറിയിലോട്ട് പോയി മുണ്ടും ഷർട്ടും ഒക്കെ മാറിയിട്ട് അവതക്കുട്ടിച്ചായനും വന്ന് ജീപ്പിലേക്ക് കയറുകയാണ്. അങ്ങനെ അലീനയും അവതക്കുട്ടിച്ചായനും കയറ്റിക്കൊണ്ട് ജീപ്പിൽ അവർ കുളത്തൂപ്പുഴ ടൗണിലേക്ക് തന്നെ പോയി. ടൗണിലെത്തിയപ്പോൾ അലീന വീണ്ടും ഉപദേശിക്കുകയാണ്, ആ കട ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. അങ്ങോട്ടേക്ക് ഞാനും വല്യപ്പച്ചനും കൂടി പൊയ്ക്കോളാം. നിങ്ങളാരും എന്റെ കൂടെ വരണ്ട, വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതിയെന്നേ. 3 പേരും അലീനയുടെ വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച് വണ്ടിയിൽ തന്നെ ഇരുന്നു. തുടർന്ന് അലീന അവതക്കുട്ടിച്ചായനെയും കൂട്ടി കടയിലേക്ക് കയറിപ്പോയി. അവതക്കുട്ടിച്ചായൻ എന്നിട്ട് ആ പറ്റുബുക്ക് എടുത്ത് കട മുതലാളിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറയുന്നുണ്ട്, ജോലിക്കാർ വന്ന് സാധനം മേടിച്ചപ്പോൾ കുറിക്കാൻ വിട്ടുപോയി, ഇതൊന്ന് കുറിച്ചേക്ക്. അത് കേട്ടോണ്ട് കടയുടമ അയാളുടെ കണക്ക് ബുക്ക് എടുത്ത് അതിൽ കുറിച്ചിട്ടിരുന്ന കണക്കുകളെല്ലാം തന്നെ ഈ പറ്റുബുക്കിലോട്ട് പകർത്തി എഴുതി. പറ്റുബുക്ക് തിരികെ കടയുടമ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അലീന അത് പരിശോധിച്ചു. അരി 55 കിലോ, പഞ്ചസാര 12 കിലോ, മൈദ 10 കിലോ, ആട്ട 10 കിലോ, വെളിച്ചെണ്ണ 7 കിലോ, ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ് അയാൾ അതിൽ കുറിച്ച് നൽകിയത്. അത് കണ്ട അലീന കടമുതലാളിയോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇന്നേ ദിവസം തന്നെ വാങ്ങിയതാണോ ചേട്ടാ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, അതെ, ഇന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതിനു മുമ്പ് വാങ്ങിച്ചതൊക്കെ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അല്ലേ? ഇവിടുത്തെ ബുക്കിൽ അന്നന്ന് കുറിക്കും കുഞ്ഞെ. എന്താ ഒരു സംശയം പോലെ എന്ന് കടയുടമ തിരിച്ചു ചോദിക്കുമ്പോഴേക്കും, ഉണ്ട്, സംശയമുണ്ട്, അത് തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അലീന കടയിൽ നിന്ന് ഇറങ്ങി ജീപ്പിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ആ കടയുടമ അവതക്കുട്ടിച്ചായനോട് ചോദിക്കുന്നുണ്ട്, ഏതാ ചായ ആ പെങ്കൊച്ച്? ഇതിനു മുമ്പ് അതിനെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് സ്റ്റാൻലിയുടെ മോളാണെന്ന് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് എന്ന് കുട്ടിച്ചായൻ ചോദിക്കുമ്പോൾ പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്ന് കടയുടമ തിരിച്ചു പറയുകയാണെ.
അപ്പോഴേക്കും ഞാൻ സ്റ്റാൻലി ജോസഫിന്റെ അപ്പനാണെന്ന് അവതക്കുട്ടി ചായനും പറയുന്നുണ്ട്. ഈ സമയത്ത് പൗലോസും ബൈജുവും രാജപ്പനും കൂടി അരിച്ചാക്കും മറ്റു സാധനങ്ങളും എല്ലാം ജീപ്പിൽ നിന്ന് ഇറക്കി കടയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കടയോടമ ആകെ അന്തം വിട്ട് എഴുന്നേറ്റ് നിന്നുപോയി. അവതക്കുട്ടി ചായൻ പറയുന്നുണ്ട്, തൂക്കം തെറ്റിയോ എന്നൊരു സംശയം, ഒന്നും കൂടെ ഒന്ന് തൂക്കി നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അരിച്ചാക്ക് അവർ ത്രാസിൽ വെച്ച് നോക്കുമ്പോഴേക്കും അരിച്ചാക്കിൽ 35 കിലോയാണ് കാണിക്കുന്നത്. പഞ്ചസാര 8 കിലോ, മൈദ 7 കിലോ, ആട്ട 7 കിലോ, വെളിച്ചെണ്ണ 5 കിലോ. ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാ തൂക്കം കുറഞ്ഞു പോയത്? പറ്റുബുക്കിലെ തൂക്കം ഒന്നിനും ഇല്ലല്ലോ ചേട്ടാ. പൗലോസും ബൈജുവും രാജുവും തല കുനിച്ചു നിന്നു. കടയുടമ പൊട്ടിത്തെറിച്ചു, ഞാനിവിടെ എല്ലാ സാധനങ്ങളും കൃത്യമായി തൂക്കി കൊടുത്താ വിടുന്നത്. തൂക്കം കുറഞ്ഞെങ്കിലേ അത് എന്റെ കുഴപ്പമല്ല. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടു ജോലിക്കാർ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി കാണും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് കുടഞ്ഞിട്ടേച്ചായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് അയാള് ദേഷ്യത്തോടെ തന്നെ അവർക്ക് മറുപടിയായിട്ട് പറഞ്ഞു. ഉടനെ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇയാൾ എന്താ ഈ പറയുന്നത്? അങ്ങനത്തെ ചെറ്റത്തരം ഒന്നും കാണിക്കുന്നവരല്ലടോ ഞങ്ങൾ. കടയുടമ പറയുന്നുണ്ട്, എന്റെ പൊന്നച്ചായ, ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം വാങ്ങിച്ചിട്ട് കുറവുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയിക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടല്ലല്ലോ പറയേണ്ടത്. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ അവതക്കുട്ടിച്ചായന് നല്ല ദേഷ്യം വരികയാണ്, ഒപ്പം അലീനയ്ക്കും. ആ കടയുടമയോട് അവതക്കുട്ടിച്ചായൻ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, താൻ എന്ത് വർത്തമാനമാണോടെ ഈ പറയുന്നത്? ഇന്ന് രാവിലെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളല്ലേ ഇതെല്ലാം? 1/4 മണിക്കൂറിന് മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളല്ലേടോ ഇതൊക്കെ? 12 കൊല്ലം മുമ്പ് കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. കൂടിപ്പോയാൽ എല്ലാം കൂടെ ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ വർത്താനം ഒന്നും എൻ്റെ അടുക്കേ വേണ്ട. അവതക്കുട്ടിച്ചായന്റെ സംസാരം കേട്ട് അയാൾ ഒന്ന് പതറി. അപ്പൊ അലീന പറയുന്നുണ്ട്, ചേട്ടാ, മറ്റു കടകളിൽ വിൽക്കുന്നതിനേക്കാൾ 10% വില കൂട്ടിയാണ് നിങ്ങൾ ഓരോ സാധനത്തിനും വിലയിട്ടിരിക്കുന്നത്. ഒരു ധിക്കാര ശബ്ദത്തോടെ തന്നെ കടയുടമ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇവിടെ കച്ചവടം നടത്തുന്നത്. വാങ്ങാൻ മനസ്സുള്ളവർ മാത്രം വന്ന് വാങ്ങിയാൽ മതിയെന്നേ. പുണ്യത്തിനല്ല ഞാനിവിടെ ഈ കട നടത്തുന്നതെന്ന് അയാൾ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അപ്പൊ അലീന പറയുന്നുണ്ട്, ഓഹോ അത് ശരി. അപ്പൊ ഇതിന്റെ പേര് കച്ചവടം എന്നല്ല ചേട്ടാ, കപടം എന്നാണ്. ഞാൻ ഈ വിവരം എന്റെ പപ്പയോട് പറഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കള്ളക്കണക്ക് എഴുതിയതിന് പോലീസിനോടും ചേട്ടൻ സമാധാനം പറയേണ്ടി വരും. അതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോവുകയാ. അലീന ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ ഇത് പറയുമ്പോഴേക്കും കടയുടമ പിന്നെ മറിച്ചൊന്നും പറയാൻ നിന്നില്ല, മിണ്ടാതെ നിന്നു. തുടർന്ന് അവതക്കുട്ടിച്ചായനും കൂട്ടി ജീപ്പിലെത്തി സാധനങ്ങളെല്ലാം എടുത്ത് ജീപ്പിൽ കയറ്റി. എന്നിട്ട് പൗലോസേട്ടന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ, ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറി കടയിലും ഒക്കെ ഞാൻ പോയി നോക്കണമെന്ന്. അലീനയുടെ ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ലായിരുന്നു. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, നമുക്ക് തിരിച്ചു പോകാം. എന്നാൽ അവതക്കുട്ടിച്ചായൻ ഇതെങ്ങനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഇതെല്ലാം തൂക്കി നോക്കണ്ടേ മോളെ, വിലയും ചോദിക്കണ്ടേ എന്ന് അവതക്കുട്ടിച്ചായൻ അലീനയോട് ചോദിക്കുമ്പോഴേക്കും, വേണ്ട വല്യപ്പച്ച, കാര്യം എന്താണെന്നൊക്കെ നമുക്ക് പിടികിട്ടിയല്ലോ. വണ്ടി തിരിച്ചുവിട്, നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അലീന. അങ്ങനെ അവർ തിരികെ ബംഗ്ലാവിലേക്ക് തന്നെ എത്തി. സാധനങ്ങളെല്ലാം ഇറക്കി. കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെട്ടപ്പോഴേക്കും പാതി ചത്തതുപോലെ നിൽക്കുകയാണ് പൗലോസും ബൈജുവും രാജുവും. 3 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് അലീന ചോദിക്കുകയാണ്, കടക്കാരുമായിട്ടുള്ള ഒത്തുകളിയായിരുന്നല്ലോ എല്ലാം അല്ലേ? പൗലോസേട്ടൻ പറ, എങ്ങനെയാ നിങ്ങൾ ഇതെല്ലാം പങ്കിടുന്നത്? കടക്കാർക്ക് എത്ര കിട്ടും, നിങ്ങൾക്ക് എത്ര കിട്ടും? മറുപടി പറയാതെ പൗലോസ് തല താഴ്ത്തി നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എന്റെ പപ്പയുടെ മുതൽ കൊള്ളയടിച്ച് വീതം വെച്ചത് എങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. അവരും അതിന് മറുപടി പറയാതെ നിൽക്കുമ്പോഴേക്കും അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പൗലോസ് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ഉത്തരവില്ലേ? ഇനി ഇതൊക്കെ പപ്പ തന്നെ നേരിട്ട് വന്ന് ചോദിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പപ്പയെ തന്നെ വിളിക്കാം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും പെട്ടെന്ന് ബൈജു പറയുന്നുണ്ട്, 3/1 കടക്കാർക്കാണ്, ബാക്കി ഞങ്ങൾക്ക്. ഓഹോ അത് ശരി, അപ്പൊ നിങ്ങളുടെ വീതം ആരാ തരുന്നത് എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും അത് കടക്കാര് തരുമെന്ന് ബൈജു പറയുന്നു. ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും ഓരോ മാസവും? പറയുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം, എനിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട് എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. ആ ചോദ്യം രാജപ്പൻ ചേട്ടനോടായിരുന്നു. 3-4 രൂപ കിട്ടും കുഞ്ഞെ എന്ന് മറുപടി പറഞ്ഞപ്പോഴേക്കും, 3-4 രൂപയോ? അതെന്ത് കണക്കാ? എനിക്ക് കണക്കുകളെല്ലാം നല്ല വ്യക്തമായിട്ട് കേൾക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഒരു മാസം 15,000 രൂപ കിട്ടും കുഞ്ഞെ, ഞങ്ങളത് പങ്കിട്ടെടുക്കും. വീണ്ടും അലീന ചോദിച്ചു, ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണ്? അതിന് ബൈജു ആണ് കേട്ടോ മറുപടി പറഞ്ഞത്, അത് ഞാനും പൗലോസേട്ടനും രാജപ്പൻ ചേട്ടനും. അല്ല, ഇതിലൊക്കെ ആൻ്റപ്പൻ ചേട്ടൻ ഒരു പങ്കുമില്ലേ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും, വല്ലപ്പോഴും ഒരു പൈൻറ്റ് മേടിച്ചു കൊടുക്കും. പൈൻറ്റോ? പൈൻറ്റെന്ന് വെച്ചാൽ എന്താ? അത് പിന്നെ അരക്കുപ്പി ബ്രാണ്ടിയാണ് കുഞ്ഞെ. അതെന്താ അരക്കുപ്പി ബ്രാണ്ടിയിൽ അങ്ങ് നിർത്തിക്കളഞ്ഞത്? അത് പിന്നെ ആൻ്റപ്പൻ ചേട്ടൻ കണ്ടാലും കണ്ടില്ലെന്ന ഭാവത്തിൽ കണ്ണടയ്ക്കുന്നതിനാണ് എന്നിങ്ങനെ ബൈജു പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, പൗലോസേട്ടാ, എന്റെ അപ്പനാകാനുള്ള പ്രായമുണ്ട് പൗലോസേട്ടന്. എന്നാലും ഇതുവരെ നടത്തിയ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമല്ലേ പൗലോസേട്ടാ? എങ്ങനെ എന്റെ പപ്പയുടെ മുതൽ നശിപ്പിക്കാം എന്നുള്ളതിന്റെ ഗവേഷണമല്ലേ ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് അതിന്റെ ദേഷ്യവും. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് എന്നിട്ടും പട്ടിക്ക് മുറമുറപ്പ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, എല്ലാവരും സമ്മതിച്ചു തന്നു. അവതക്കുട്ടിച്ചായനാണെങ്കിൽ അല്പം ദൂരെ മാറി നിന്നുകൊണ്ട് തന്നെ ഈ രംഗങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അലീനയിലേക്ക് തന്നെയായിരുന്നു കേട്ടോ കുട്ടിച്ചായൻ്റെ ശ്രദ്ധ മുഴുവനും. അവൾ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ടും അയാൾക്ക് അതങ്ങോട്ടേക്ക് മതി വരുന്നില്ല. വീണ്ടും അലീന പറയുന്നുണ്ട്, ആ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഇതൊന്നും ഇവിടെ ആവർത്തിച്ചേക്കരുത്. ബൈജു ചേട്ടന് പെട്രോളിനും ഡീസലിനും റിപ്പയറിങ്ങിനും ഒക്കെ ആയിട്ട് മാസപ്പടി എത്ര കിട്ടും? അതും കൂടി ചേർത്താണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പെട്രോൾ ബില്ലും പോകുന്ന സ്ഥലവും കിലോമീറ്ററും ഒക്കെ കൃത്യമായിട്ട് കുറിച്ച് തന്നെ കാണിക്കണം. കള്ളത്തരം ഒന്നും പറ്റില്ല. കള്ളത്തരം കാണിച്ചാൽ അതും പിടിക്കാൻ എനിക്കറിയാം. പിന്നെ ശമ്പളം കുറവാണെങ്കിൽ അത് നേരിട്ട് ചോദിച്ച് വാങ്ങിച്ചോണം. ഞാനും വേണമെങ്കിൽ പപ്പയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. ഇതൊന്നും സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണക്ക് തീർത്ത് ബാക്കി ശമ്പളവും വാങ്ങി പോകേണ്ടവർക്ക് ഇവിടുന്ന് പോകാം. ഇത്രയും പറഞ്ഞിട്ട് അലീന അവിടുന്ന് തിരിച്ച് മുറിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അലീനയുടെ സംസാരവും അലീന പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ട് അവർ മൂന്നുപേരും പരസ്പരം നോക്കി നിന്നു. അലീന സ്വീകരിച്ച നടപടികളും അലീന പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്ത് അവധക്കുട്ടിച്ചായന് സന്തോഷം തന്നെ തോന്നുകയാണ്. മുറിയിലെത്തിയ അലീന ഉറക്കെ ആൻ്റപ്പൻ ചേട്ടനെ വിളിച്ചു. ആൻ്റപ്പൻ പെട്ടെന്ന് തന്നെ അലീനയുടെ മുറിയിലേക്ക് എത്തിയിട്ടോ. എന്നിട്ട് അലീന അയാളോട് പറഞ്ഞു, ആൻ്റപ്പൻ ചേട്ടൻ ഒന്ന് കണ്ണടച്ചേ. എന്തിനാ മോളെ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. കണ്ണടക്കേ പറയാം എന്ന് അലീനയും. അയാൾ കണ്ണടച്ചു. ഒരു നിമിഷത്തിന് ശേഷം അലീന പറഞ്ഞു, ഇനി കണ്ണ് തുറക്കുക. ആൻ്റപ്പൻ കണ്ണ് തുറന്നു. അലീന ഒരു 200 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഉടനെ ചോദിച്ചു, അയ്യോ ഇത് എന്തിനാ മോളെ? ആൻ്റപ്പൻ കണ്ണ് മിഴിച്ച് നോക്കി നിൽക്കുകയാണ്. ഇത് പൈൻറ്റ് മേടിക്കാനുള്ളതാ. ആൻ്റപ്പൻ ചേട്ടൻ പലതും കണ്ടിട്ടും കാണാത്ത മട്ടിൽ കണ്ണടയ്ക്കുന്നതിന് പൗലോസേട്ടനും കൂട്ടരും ഇടയ്ക്കിടയ്ക്ക് പൈൻറ്റ് മേടിച്ച് തരാറുണ്ടല്ലോ അല്ലേ? അലീനയുടെ ചോദ്യം കേട്ട് ആൻ്റപ്പൻ ഒറ്റ നിമിഷം കൊണ്ട് വിളറി വിയർത്തുപോയി. അലീന പറയുന്നുണ്ട്, പൈൻറ്റിന്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആൻ്റപ്പേട്ട. തികഞ്ഞില്ല എങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് കണ്ണടച്ചാൽ മതി. ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. ആൻ്റപ്പൻ ആകെ ഷോക്ക് ഏറ്റതുപോലെ നിന്നു. അലീന കുഞ്ഞ് ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. ആൻ്റപ്പൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മനഃപൂർവ്വം അല്ല, അത് അവർ നിർബന്ധിക്കുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിനെ തടഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, വേണ്ട എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട ആൻ്റപ്പേട്ട. ഞാൻ പറഞ്ഞത് ആൻ്റപ്പേട്ടനൊന്ന് മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോഴേക്കും ആൻ്റപ്പൻ പറയുന്നുണ്ട്, മോളെ കേണൽ സാബിനോട് ഇതൊന്നും പറയല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇത്തവണത്തേക്ക് മോള് ക്ഷമിക്കണം എന്ന് ആൻ്റപ്പൻ പറയുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പൻ ചേട്ടൻ എങ്ങനെ തോന്നി പപ്പയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടന് എന്തൊരു വിശ്വാസമാണെന്നോ പപ്പയ്ക്ക്? പപ്പയുടെ വലങ്കൈ ആയിരുന്നല്ലോ ആൻ്റപ്പൻ ചേട്ടൻ. എന്നിട്ടും എൻ്റെ പപ്പയെ പറ്റിക്കാൻ ചേട്ടനും കൂട്ടു നിന്നല്ലോ. കഷ്ടം. വിശ്വസിക്കുന്നവരെ ഇങ്ങനെ ചതിക്കരുത് ആൻ്റപ്പൻ ചേട്ടാ. ഇതിനേക്കാൾ വലിയൊരു പാപം വേറെയില്ല. ഇത്രയുമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ എന്നിങ്ങനെ അലീന പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആൻ്റപ്പൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. അത് കണ്ടുകൊണ്ട് തന്നെ അലീന, പൊയ്ക്കോ, ഞാൻ ആരോടും ഇപ്പം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആൻ്റപ്പൻ കണ്ണു തുടച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാളുടെ മനസ്സിലും ചെയ്തത് ഒരു തെറ്റായിപ്പോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. പിന്നീട് അവധക്കുട്ടിച്ചായ നേരെ അലീനയുടെ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ലാലിച്ചനോട് ഇതൊക്കെ പറയണ്ടേ മോളെ? അവന്മാർ കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരങ്ങളും ഒക്കെ അവനെ അറിയിക്കണ്ടേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, വേണ്ട വല്യപ്പച്ച, നമുക്ക് ഒരു തവണ ഇതങ്ങ് ക്ഷമിക്കാം. ഇപ്പൊ പപ്പയെ ഇതൊന്നും അറിയിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണ് മോളെ എന്നിങ്ങനെ അവധക്കുട്ടി ചോദിക്കുമ്പോൾ, തെറ്റ് ചെയ്തവർ മാത്രമല്ലല്ലോ വല്യപ്പച്ച കുറ്റക്കാർ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരും കുറ്റക്കാരല്ലേ? ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചാൽ ഭഗവാനും കൈയിട്ട് വരും എന്നല്ലേ ചൊല്ല്. അലീനയുടെ മറുപടി കേട്ട് അവധക്കുട്ടിച്ചായൻ മറുത്തൊന്നും പറയാതെ അലീനയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. അങ്ങനെ കിച്ചണിൽ നടന്ന കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം കൈയോടെ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും അലീനയെ അനുസരിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. അലീന ഇവിടെ തുടർന്നാൽ അവരുടെ ഒരു കള്ളക്കളികളും നടക്കില്ലെന്നും അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിക്കടിക്കണമെന്നൊക്കെ അവർ മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അഞ്ചലിലെ വീട്ടിൽ താമസിക്കുന്ന സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ മക്കളെയും ഇത് വിളിച്ചറിയിക്കാനും അവരുടെ ഭാര്യ വീട്ടുകാർ വന്ന് അവളെ ഇവിടുന്ന് തുരത്തി ഓടിക്കുമെന്നൊക്കെ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അലീന ഇവിടെ എത്തിയ വിവരങ്ങളെല്ലാം തന്നെ ഇച്ചിരി എരിവ് കൂട്ടി തന്നെ അവരോട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഈ രാജുവും ബൈജുവും പൗലോസേട്ടനും ഒക്കെ കൂടി. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് മഴതോര മൊബൈൽ സീരിയൽ വരാൻ പോകുന്നത് കിടിലൻ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്നത് പൗലോസും രാജുവും ബൈജുവും കൂടെ അഞ്ചലിലെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് പ്രകാരം അവിടുന്ന് റീതാമ്മ കൊച്ചമ്മയും അതുപോലെ സ്റ്റാൻലി ജോസഫിന്റെ മൂത്ത മകളും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതും അലീനയെ നേരിട്ട് കണ്ട് അലീനയോട് എത്ര പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നൊക്കെ ഭീഷണിപ്പെടുത്താൻ കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്